Hello, welcome to the video. Enriching English, Enhancing English, Engaging English. ഈ മൂന്ന് ടെക്സ്റ്റുകളിലും കോമൺ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് റൈറ്റിംഗ് എന്നുള്ളത്. റൈറ്റിംഗ് എന്ന മൊഡ്യൂളിൽ കോമൺ ആയി വരുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതാണ് ബിസിനസ് റൈറ്റിംഗ്, കവർ ലെറ്റർ, അതുപോലെ തന്നെ CV. ബിസിനസ് ലെറ്റർ, അതുപോലെ തന്നെ കവർ ലെറ്റർ, CV കോമൺ ആയിട്ട് വരുന്നൊരു യൂണിറ്റാണ്. എന്താണ് ഈ ബിസിനസ് ലെറ്റർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് എൻറിച്ചിങ് ഇംഗ്ലീഷിൽ അത് ബിസിനസ് ലെറ്റർ എന്നുണ്ടാവും. എന്താണത്? ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔദ്യോഗിക ഇടപാടുകൾക്ക് വേണ്ടി, വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഔദ്യോഗിക ഇടപാടുകൾക്ക് എന്ന് പൊതുവെ പറയാം. അത്തരത്തിൽ ഔദ്യോഗിക ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആശയവിനിമയ സങ്കേതമാണ് ബിസിനസ് ലെറ്റർ. നമ്മൾ മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ആശയവിനിമയം വലിയ ഒരു വിഷയമാണ്. ആശയവിനിമയമില്ലാതെ മനുഷ്യരില്ല എന്ന് തന്നെ പറയാറുണ്ട്. മനുഷ്യർക്ക് ആശയവിനിമയം നടത്താതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട്. സംസാരത്തിലൂടെ തന്നെ വേണമെന്നില്ല, എഴുത്തിലൂടെ ആവാം, ആംഗ്യഭാഷയിലൂടെ ആവാം. ആശയവിനിമയം നമ്മളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആശയവിനിമയത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വ്യക്തിപരമായി നമ്മൾ ഒരു വ്യക്തി എന്ന രീതിയിൽ അയക്കുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അയക്കുന്ന ലെറ്റേഴ്സ്, ഇത്തരത്തിൽ ലെറ്റർ റൈറ്റിംഗ് വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. രണ്ട് തരത്തിലാണ് പൊതുവിൽ ലെറ്റേഴ്സിൻ്റെ സ്വഭാവം നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയക്കുന്ന കത്തുകളാണ്. ഒരു കാലത്ത് നമ്മുടെ ആശയവിനിമയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കേതം തന്നെയായിരുന്നു ഇത്. അതായത് സുഹൃത്തുക്കൾക്ക് കത്ത് അയക്കുക. പണ്ടൊക്കെ ക്രിസ്മസ് കാർഡുകൾ, ന്യൂ ഇയർ കാർഡുകളൊക്കെ അയച്ച് നമ്മൾ പോസ്റ്റലായി അയക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഒരു ദൂരയാത്രയ്ക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് കത്തുകൾ അയച്ചിട്ടാണ് വിശദവിവരങ്ങൾ അന്വേഷിക്കുക. കാരണം ഫോൺ ചെയ്യുക പ്രാക്ടിക്കൽ ആവില്ല, വലിയ ചിലവാണ്, അല്ലെങ്കിൽ വീഡിയോ കോളൊന്നും അന്ന് ഇല്ല. ഇത്തരം കാലഘട്ടത്തിലാണ് നമ്മൾ കത്തുകൾ, ലോങ് ലെറ്റേഴ്സ് അയക്കുന്നത്. സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയക്കും. ഇതാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഫോർമാലിറ്റി തീരെ ഇല്ല എന്നർത്ഥം. ഫോർമാലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഭാഷയിലുള്ള ഔപചാരികത ഒന്ന്. രണ്ട്, ഫോർമാലിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് കത്തിൻ്റെ തന്നെ ഘടനയാണ്, സ്ട്രക്ചർ ഓഫ് ദ ലെറ്ററാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണേ. നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ പറയാം, രണ്ടാമത്തെ ടൈപ്പ് പറയാൻ പോവാണ്. രണ്ടാമത്തെ കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി ഓഫ് ലെറ്റേഴ്സ്. ഫസ്റ്റ് കാറ്റഗറി എന്താണ്? ഇൻഫോർമൽ ലെറ്റേഴ്സ്, സുഹൃത്തുക്കൾക്ക്, ഫാമിലി മെമ്പേഴ്സ്. ഇവിടെ സ്ട്രക്ചറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ അഭിസംബോധന വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു ലെറ്റർ അല്ലേ എന്നുള്ളത് കൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യും, പ്രിയപ്പെട്ട സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയും വാക്കുകൾക്കും മറ്റൊന്നും അങ്ങനെ ഒരു ഘടനാപരമായ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടതില്ല. ലെറ്ററിന് പൊതുവിൽ ഘടനാപരമായ സവിശേഷത നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഇൻഫോർമൽ ലെറ്ററിൽ. ഫോർമൽ ലെറ്റർ അങ്ങനെയല്ല. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇൻഫോർമൽ ഒന്നാമത്തത്, അതായത് സുഹൃത്തുക്കൾക്ക് അയക്കുന്നത്, ഫോർമാലിറ്റി ഇല്ലാത്തത്. ഫോർമൽ എന്ന് പറയുന്നത് മറ്റൊരു രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഇവിടെ കുറച്ചുകൂടി സീരിയസ് ആണ് വിഷയം. വ്യക്തി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഒരു ഔദ്യോഗിക കാര്യത്തിന് ഒരു അതോറിറ്റിക്ക് കൈമാറുന്ന കത്ത് ഇടപാടുകൾക്ക് ഫോർമൽ ലെറ്റർ എന്ന് പറയും. സ്ഥാപനങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ കത്തുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫോർമൽ ലെറ്റർ എന്ന് പറയും. ഗവൺമെൻറ്റുകൾ തമ്മിൽ ആശയവിനിമയം, ഗവൺമെൻറ്റും വ്യക്തിയും തമ്മിൽ ആശയവിനിമയം, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനും ഫോർമൽ ലെറ്റർ എന്ന് പറയും. ഇതിൽ ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുള്ള ടെക്സ്റ്റുകൾ പഠിക്കുന്നവർ എൻറിച്ച് ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാവും. ബിസിനസ് ലെറ്റർ, ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ തന്നെയാണ് ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത്. ബിസിനസ് ലെറ്ററിന്റെ പല കാറ്റഗറീസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡിയിൽ പഠിക്കാം. ഫോർമൽ ലെറ്റർ എന്താണെന്നാണ് ഈ വീഡിയോയിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് ഫോർമൽ ലെറ്റർ എന്ന വിഷയം മാത്രം ചർച്ച ചെയ്തു. ഫോർമൽ ലെറ്റർ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, CV. ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗിൽ രണ്ടാമത്തെ കാറ്റഗറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഫോർമാലിറ്റി ഉള്ള ലെറ്ററാണ്, അല്ലെങ്കിൽ ഫോം ഉള്ള ലെറ്റർ ആണെന്ന് പറയാം. ഫോം മീൻസ് സ്ട്രക്ചർ, ഘടന. ഒരു പ്രത്യേക ഘടനയുണ്ട് അതിന്.
അതിന് എഴുതുന്നതിന് ഒരു പ്രത്യേക സ്റ്റെപ്പുണ്ട്, ഒരു പ്രത്യേക രീതിയുണ്ട്. എന്തിനാ ഈ രീതി ഫോളോ ചെയ്യുന്നത്? നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ വ്യക്തി അവനവൻ്റെ ഇഷ്ടത്തിനാണ് ഈ പറയുന്ന ഫോർമൽ ലെറ്റർ അയക്കുന്നതെങ്കിൽ, നമ്മൾ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന പോലെ ഇടയ്ക്ക് നമ്മളൊരു ചിത്രം വരച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരു മറ്റെന്തെങ്കിലും വിഷയം എഴുതി ചേർക്കുന്നു, ഒരു സ്ട്രക്ചറില്ല, കീറിയ പേപ്പറിൽ എഴുതുന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആശയവിനിമയത്തിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഒരു ഔദ്യോഗികമായ ഒരാവശ്യത്തിന് നമ്മളൊരു കത്ത് എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഓരോ കത്തിനും ഉണ്ടെങ്കിൽ ഈ കത്തുകൾ വായിക്കുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ച് വ്യക്തിയുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആരാണ് ഈ കത്ത് അയക്കുന്നത് എന്നത് പോലും അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അയക്കുന്ന വ്യക്തിയുടെ സെൻഡറിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ തോന്നിയ പോലെ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ ഈ വായിക്കുന്ന ഔദ്യോഗികമായി ഇത് വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ഇത് സ്വീകരിക്കുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇത് മനസ്സിലാക്കിയെടുക്കാൻ. ആരയച്ചു, എവിടെ നിന്ന് അയക്കുന്നു അറിയില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ ലെറ്റർ മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഓൾസോ പോസിബിൾ, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ഓർഗനൈസേഷൻ. പെട്ടെന്ന് കാര്യങ്ങൾ അവർക്ക് ക്യാച്ച് ചെയ്യണം, വ്യക്തത വേണം, ക്ലാരിറ്റി വേണം. അതിനുവേണ്ടിയാണ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. ലോകത്തെമ്പാടും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ഫോർമാറ്റാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളത് ഫോളോ ചെയ്യുന്നു. ചെറിയ വ്യത്യാസങ്ങൾ രാജ്യത്തിൻ്റെ വ്യത്യാസവും സാംസ്കാരിക വ്യത്യാസവും അനുസരിച്ചുണ്ട്. എങ്കിലും ഒരു 99% ഫോളോ ചെയ്യുന്ന ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്കും എഴുതണം. വ്യത്യാസം വരുത്തരുത്, ഒരു വ്യത്യാസം നിങ്ങൾ വരുത്താതെ എഴുതുക കേട്ടോ. ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ എഴുതുക? ഒരുപാട് പേർക്ക് സംശയങ്ങളാണ് ഇതിൽ. ഇത് ചിലർക്കൊക്കെ അറിയുന്ന വിഷയമായിരിക്കും. ഇതൊക്കെ എത്ര വിഷയമാണോ എന്ന് ചോദിക്കും. നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ വലിയ പ്രധാനപ്പെട്ട റൈറ്റിംഗ് എന്ന മൊഡ്യൂളിൽ എക്സാംസിനെ ഡീറ്റെയിൽ റൈറ്റിംഗിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. ഈ മൊഡ്യൂൾ 3ൽ ഉൾപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല. പലർക്കും സംശയങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു ഫോർമൽ ലെറ്റർ എഴുതുക എന്നുള്ളത്. എൻഗേജിങ് ഇംഗ്ലീഷിലെ ഈ ഒരു മൊഡ്യൂൾ വരുന്ന എനിക്ക് തോന്നുന്നു 4th മൊഡ്യൂളാണ്. എൻഗേജിങ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് മൊഡ്യൂൾസിൻ്റെ സ്ട്രക്ചേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾ ടെൻഷൻ ആവണ്ട, ഇത് ഈ ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഫോർമൽ ലെറ്റർ എഴുതേണ്ട സ്ട്രക്ചർ? ഫോർമൽ ലെറ്റർ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഫോർമൽ ലെറ്റർ എഴുതേണ്ടതിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ എല്ലാ ടെക്സ്റ്റുകളിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 6 മാർക്കിന് എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. ഹൗ ടു റൈറ്റ് എ ഫോർമൽ ലെറ്റർ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഫോർമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ എന്ന്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫോർമാറ്റ് പഠിച്ചെഴുതണേ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിപ്പോൾ എക്സാമ്പിളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ എഴുതിയാലും മതി. ടെക്സ്റ്റിലുള്ളത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ടെക്സ്റ്റിൽ ഫോർമാറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ അത്തരത്തിൽ ഫോർമാറ്റ് എന്ത് എന്ന് ചോദിച്ചാൽ എഴുതാൻ സാധിക്കും. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു CV ആൻഡ് കവർ ലെറ്റർ എഴുതുക. ഇവിടെ CV എന്ന് സൂചിപ്പിക്കുന്ന കരിക്കുലം വിറ്റെ എന്ന ഒരു പ്രത്യേക ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. CV എന്ന് പറഞ്ഞാൽ കരിക്കുലം വിറ്റെ, അതായത് സമ്മറി ഓഫ് അവർ കരിയർ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാം. ഇത് നമ്മൾ ഒരു റെസ്യൂമേ എന്നൊക്കെ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് പലരും വിളിക്കുന്ന ഒരു കാര്യമാണ്, റെസ്യൂമേ. അപ്പം ഇത് ജോബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോബ് മാർക്കറ്റ് ഒരു വ്യക്തിക്ക് സ്വയം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു തൊഴിലന്വേഷകൻ തൻ്റെ കഴിവുകളെ ഒരു തൊഴിൽ ദാതാവിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമേ അഥവാ CV. ഇതെങ്ങനെ എഴുതാമെന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവും. പ്രിപ്പയർ എ CV ആൻഡ് എ കവർ ലെറ്റർ. എന്താണ് കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ? CV നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ അയക്കുന്ന റെസ്യൂമേ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ ടോട്ടൽ അച്ചീവ്മെൻറ്റ്സിനൊക്കെ വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്. ഇനി എന്താണ് കവർ ലെറ്റർ? കവർ ലെറ്റർ എന്ന് പറയുന്നത് ഈ CV അയക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് ആമുഖമായിട്ട് അയക്കുന്ന
നമ്മൾ ആരാണ്, എന്തിന് ഈ ലെറ്റർ അയക്കുന്നു, എന്തിന് ഈ CV അയക്കുന്നു, നമ്മൾ എവിടെയാണ് ഈ വേക്കൻസിയെ കുറിച്ച് അറിഞ്ഞത്, നമ്മുടെ ഈ ജോബിനുള്ള ഇൻട്രസ്റ്റിന്റെ കാരണം എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചുരുക്കമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ് കവർ ലെറ്റർ. കവറിംഗ് ലെറ്റർ എന്നും പറയൂ ഇതിന്. കവറിംഗ് ലെറ്റർ അഥവാ കവർ ലെറ്റർ. ഇത് ഒരു ഫോർമൽ ലെറ്ററിന്റെ കാറ്റഗറിയിൽ വരുന്ന ലെറ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് നമുക്ക് അതുകൊണ്ട് ഈ കവർ ലെറ്റർ വെച്ച് ചർച്ച ചെയ്താൽ കവർ ലെറ്ററും പഠിക്കും, ഫോമാറ്റും പഠിക്കും. ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റും കവർ ലെറ്ററും രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് CV നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതേ ക്ലാസ് തന്നെ കാണാം. അപ്പം നമുക്ക് ഈ ചോദ്യം ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ നൗ. Prepare a CV and cover letter for the post of accountant in ABC Computers, Trivandrum. You are replying to the advertisement placed in the Indian Express. ഈ ചോദ്യം ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടതാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഈ ചോദ്യം തന്നെ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതുപോലുള്ള സമാനമായ ചോദ്യങ്ങൾ തന്നെ ഇത് തന്നെ വരാം, അല്ലെങ്കിൽ സമാനമായ ഒരു ചോദ്യമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ചെറിയ ഡീറ്റെയിൽസിലുള്ള വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യൂലേ. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ചെയ്താൽ മതി. ആവശ്യത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തുക. എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ നമ്മളിവിടെ കാണുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഫസ്റ്റ് നിങ്ങൾ എന്താ എഴുതണ്ടേ? പ്രിപ്പയർ എ CV ആൻഡ് കവർ ലെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യത്തിൽ ആദ്യം CV അല്ലേ ഉള്ളത്, എന്നാൽ പിന്നെ ആദ്യം CV എഴുതിയാലോ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് കവർ ലെറ്ററാണ് ആദ്യം വെക്കേണ്ടത്. CV രണ്ടാമതാണ് വേണ്ടത്. കവർ ലെറ്റർ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കവറാണ്. അതായത് നമ്മുടെ CV നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ CV മുമ്പിൽ അതിൻ്റെ ആമുഖമായി ഉണ്ടാവേണ്ട ഒരു സാധനമാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്? ഹായ്, ഐ എം അനുലാൽ ആൻഡ് ഐ എം ഫ്രം ദിസ് പ്ലേസ്. ഐ ഹാവ് ദിസ് മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. I saw your advertisement in this particular newspaper or media. I would like to apply for the post because I believe myself to be capable of doing great job with your institution. ഇങ്ങനെ എൻ്റെ താല്പര്യം അല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ കപ്പാസിറ്റി, ഞാൻ ആരാണ്, ഇത്തരം കാര്യങ്ങൾ ഒരു ആമുഖം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് കവർ ലെറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ട കവർ ലെറ്ററാണ്. ഇങ്ങനെ ചോദ്യം വരിക, പ്രിപ്പയർ CV ആൻഡ് കവർ ലെറ്റർ. നമ്മൾ തുടക്കത്തിൽ എഴുതേണ്ടത് കവർ ലെറ്ററാണ്. അപ്പോൾ കവർ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ടൈറ്റിൽ വേണമെങ്കിൽ പരീക്ഷ പേപ്പറിൽ എഴുതും. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ അതിൻ്റെ എന്താ പറയുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. എക്സാം ഇല്ലാത്തവർ കേൾക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ, ഇത് വളരെ ക്രിഞ്ചാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ എക്സാം എഴുതാൻ പോകുന്നവനെ അറിയാം അവൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്. സോ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ കാണുക. പിന്നെ ഒബ്വിയസ്ലി കവർ ലെറ്റർ, CV, കവറിംഗ് ലെറ്റർ, ഇത് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഈ വീഡിയോ യൂസ്ഫുൾ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് എക്സാമിൻ്റെ കാര്യം പറയാൻ കാരണം ഒരുപാട് കുട്ടികൾ എക്സാം എഴുതാൻ പോവുകയാണ് ഇപ്പോൾ. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണിത്. അതുകൊണ്ട് എക്സാമിനെ കുറിച്ച് ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അല്ലാത്ത ആൾക്കാർ കാണുകയാണെങ്കിൽ അതൊന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ കവർ ലെറ്റർ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കവർ ലെറ്റർ. അപ്പോൾ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യും, കവർ ലെറ്റർ എന്ന് മുകളിൽ എഴുതുക, ഒരു ടൈറ്റിൽ കൊടുത്തേക്കുക. അതായത് പേപ്പറിൻ്റെ ഒരു മിഡിലായിട്ട് മുകളിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അതിൻ്റെ നേരെ പേപ്പറിൻ്റെ മിഡിലായിട്ട് കവർ ലെറ്റർ, എന്നിട്ട് അടുത്ത വരിയിൽ ആ കവർ ലെറ്റർ എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കവർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്താണ്, വാട്ട് ഈസ് ദ ഫോമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ? ഫോർമൽ ലെറ്റേഴ്സിന് ആദ്യമായിട്ട് ഏറ്റവും നിങ്ങൾ പേന കൊണ്ട് പേപ്പറിൽ തൊടുമ്പം തൊട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു സാധനം, ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താ? ഫസ്റ്റ് നിങ്ങൾ എന്താ എഴുതണ്ടേ? എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത്? അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാരാണ്? ഇതാണ് ഏറ്റവും മുകളിൽ. നിങ്ങൾ ആ സ്ക്വയർ കണ്ടില്ലേ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ക്വയർ ശ്രദ്ധിക്കുക. ഈ സ്ക്വയർ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് ലെറ്ററിൻ്റെ സ്ക്വയർ. ഇതാണ് പേപ്പർ, ഇതിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആ ലെറ്റർ A4 സൈസ് പേപ്പർ ആണെന്ന് ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക. ജോൺ ഡോ 123 MG Road, Trivandrum, Kerala 695001. Email johndoe@email.com. Phone
+91 XX XX XX. നമ്മൾ നമ്പർ കൊടുക്കുന്നില്ല, ജസ്റ്റ് അങ്ങനെ എഴുതുക. അപ്പോൾ ആരാണ് ഈ ജോൺ ഡോ? ഞാൻ ജസ്റ്റ് ഒരു പേര് ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാരാണ് ജോൺ ഡോ? ഇതാണ് ഫ്രം അഡ്രസ്, നമ്മളാണിത്. ഈ ലെറ്റർ എഴുതുന്ന ആളാണ് ജോൺ ഡോ. ഓക്കെ, നമ്മൾ ഈ ജോൺ ഡോ എന്നുള്ള പേര് പൊതുവിൽ നമ്മളിപ്പോൾ പേര് അറിയാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ പൊതുവിൽ എഴുതുന്നൊരു പേരാണ് ജോൺ ഡോ എന്ന് പറയുന്നത്. ഒരാളുടെ പേരെന്ന് പറയുന്നതിലപ്പുറം ഒരു പ്രതീകമാണ്. ഇങ്ങനെ ഒരാളല്ല, ഇതൊരു സിംബോളിക്കാണ്. നമ്മളൊരു സാങ്കല്പിക നാമം എന്ന പേരിൽ ഉപയോഗിച്ചതാണ് ജോൺ ഡോ, സാങ്കല്പിക നാമം. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഫോർമൽ ലെറ്ററിൽ എഴുതേണ്ട കാര്യം. അത് ഏറ്റവും മുകളിലായിരിക്കണം, മാർജിനോട് ചേർന്ന് ഏറ്റവും മുകളിൽ എഴുതുക ഫ്രം അഡ്രസ്. അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഫ്രം എന്ന് പ്രത്യേകം എഴുതിയിട്ടില്ല. അവിടെ FROM എന്ന് എഴുതിയിട്ടില്ല. ഏറ്റവും മുകളിൽ ഈ അഡ്രസ്സേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ FROM എന്ന് എഴുതണ്ടേ എന്നുള്ളതാണ് ചോദ്യം. FROM എന്ന് എഴുതണമെങ്കിൽ അത് ഫ്രം അഡ്രസ് ആണെന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത്. നമ്മളൊരു ലെറ്റർ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ, ലെറ്ററിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത് ലെറ്റർ ഹെഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ആ മുകൾ ഭാഗത്തെയാണ് ലെറ്റർ ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗമാണല്ലോ, ഇതാണ് ഹെഡ്. ലെറ്റർ ഹെഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ലെറ്ററിൻ്റെ മുകൾ ഭാഗത്തെ വിളിക്കുക ലെറ്റർ ഹെഡ്. അപ്പം ലെറ്റർ ഹെഡിൽ എപ്പോഴും ഫ്രം അഡ്രസ്സാണ് ഉണ്ടാവുക. നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവരുടെ സ്ക്രിപ്റ്റിൽ, അവരുടെ ആ നോട്ട് പാഡിൽ ഏറ്റവും മുകളിൽ അവരുടെ പേരും അഡ്രസ്സും അടിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കോളേജിൻ്റെ, സ്കൂളിൻ്റെ ലെറ്റർ പാഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഏറ്റവും മുകളിൽ പേരും അഡ്രസ്സും ഉണ്ടാവും സ്കൂളിൻ്റെ. അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ പോകുന്ന സമയത്ത് അവരുടെ ലെറ്റർ പാഡ് നോക്കുക. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കാണാൻ പോകുമ്പോൾ, MLA കാണാൻ പോകുമ്പോൾ, MP കാണാൻ പോകുമ്പോൾ, അവരവരുടെ കത്തൊക്കെ തരുന്ന സമയത്ത് ആ കത്തുകളുടെ ഏറ്റവും മുകളിൽ അവരുടെ പേര് അടിച്ചിട്ടുണ്ടാവും. അത് പ്രിന്റ് ചെയ്ത് വെക്കുന്ന ലെറ്റർ പാഡുകളാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് നമ്മളൊരു ഫോർമൽ ലെറ്റർ, ഒരു ആപ്ലിക്കേഷൻ ടു ദ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടു വില്ലേജ് ഓഫീസ്, ആപ്ലിക്കേഷൻ ടു എ ബാങ്ക് മാനേജർ, ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, കൈകൊണ്ട് എഴുതുകയാണ്, A4 സൈസ് പേപ്പറിൽ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കുകയാണ് മാക്സിമം പോയാൽ. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഒരു ലെറ്റർ പാഡൊന്നും പ്രിന്റ് ചെയ്യാൻ ആ ഒറ്റ കത്തിന് വേണ്ടി നമ്മൾ അത് മെനക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി അല്ല നമുക്കുള്ളത്. നമുക്ക് ഓൾറെഡി പ്രിന്റ് ചെയ്ത് വെച്ചതില്ല. എന്നാൽ നമ്മൾ ആവശ്യത്തിന് ടൈപ്പ് ചെയ്യുകയോ എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലെറ്റർ ഹെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർബന്ധമായും ഫ്രം അഡ്രസ്സാണ് വെക്കേണ്ടത്. ദാറ്റ് ഈസ് 100%. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഏറ്റവും മുകളിൽ ഫ്രം അഡ്രസ്സാണ് വെക്കേണ്ടത്. മനസ്സിലായോ? ലെറ്റർ ഹെഡ് എന്ന് പറയുന്നത് തന്നെ ഫ്രം അഡ്രസ്സാണ്. അപ്പം അതിന് തർക്കമില്ല. അതുകൊണ്ടാണ് ഫ്രം എന്ന് പ്രത്യേകം എഴുതാത്തത്. ബിക്കോസ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. മുകളിലുള്ളത് ഏറ്റവും ആദ്യം ഉള്ളത് ഫ്രം അഡ്രസ് ആയിരിക്കുമല്ലോ. ഇതറിയാതെ നമ്മൾ പോയിട്ട് ടു അഡ്രസ് അവിടെ എഴുതി കഴിഞ്ഞാൽ വായിക്കുന്നതൊക്കെ ഒന്നും തിരിയില്ല. എന്താണിത്, എനിക്ക് തന്നെ അയക്കുന്നതോ എന്ന് ചിന്തിക്കൂ. ഫ്രം അഡ്രസ്സ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രം അഡ്രസ്സ് എഴുതുമ്പോൾ FROM എന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ, അത് അണ്ടർസ്റ്റുഡ് ആണ്, മനസ്സിലാവും. ഇത് ഫ്രം അഡ്രസ്സാണ് ഏറ്റവും മുകളിലുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താ എഴുതണ്ട? ഇത്ര എഴുതിയില്ലേ നമ്മൾ? ആളുടെ പേര് എഴുതണം. ഫ്രം അഡ്രസ്സ് എഴുതേണ്ട എങ്ങനെയാണെന്ന് പലർക്കും സംശയം ഉണ്ടാവും. എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട വ്യക്തിയുടെ പേരാണ്. പിന്നെ അയാളുടെ താമസിക്കുന്ന സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പേര്, സ്ട്രീറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേര്, സംസ്ഥാനത്തിൻ്റെ പേര്, പിൻകോഡ്, പിന്നെ ഇമെയിൽ അഡ്രസ്സ്. ഇങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് എഴുതിയാൽ മതി, ഇതിൽ കാണിക്കുന്ന പോലെ. പിന്നെ ഫോൺ നമ്പർ. ഓക്കെ, ഇതേ സാധനം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിച്ചെഴുതാവുന്നതാണ്. സാങ്കല്പിക പേരും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട്. ഇനി അടുത്തത് എന്താ എഴുതേണ്ടത്? അടുത്ത വരിയിൽ കണ്ട, അടുത്ത വരിയിൽ എഴുതേണ്ടത് എന്താ? ഡേറ്റ് എഴുതണ്ടേ. അതെങ്ങനെ എഴുതണ്ടേ? ഒരു വരി വിട്ടിട്ട് എഴുതിക്കോ. അടുത്തടുത്ത് എഴുതിയാൽ ഫോൺ നമ്പർ കഴിഞ്ഞ് തൊട്ട് താഴെ എഴുതുന്ന പോലെ ഉണ്ടാവും, മനസ്സിലാവില്ല. ഡേറ്റ് എവിടെയാന്ന് കാണൂല. ഡേറ്റ് കാണണമെങ്കിൽ ഒരു വരി വിട്ടിട്ട് എഴുതണം. അപ്പോൾ ഒരു വരി വിടുക, അതിൻ്റെ താഴെ ഡേറ്റ് എഴുതുക. ഓക്കെ, ഒരു ഗ്യാപ്പ് വേണം, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഡേറ്റ് എങ്ങനെ എഴുതിയെന്ന് നോക്കിയാൽ 16 നവംബർ 2024. ആദ്യത്തെ അക്കത്തിൽ ഡേ അക്കത്തിൽ എഴുതുക. 16 എന്നുള്ള ഡേറ്റ് അക്കത്തിൽ എഴുതുക. മന്തിൻ്റെ പേര് നവംബർ, മന്തിൻ്റെ പേര് അക്ഷരത്തിൽ എഴുതണം, ചുരുക്കി എഴുതരുത്. NOV എന്ന് എഴുതരുത്. NOVEMBER, നവംബർ നീട്ടി വലിച്ച അക്ഷരത്തിൽ തന്നെ എഴുതണം. പിന്നെ ഇയർ അക്കത്തിൽ എഴുതണം, 2024. അതും ഷോർട്ടൺ ചെയ്ത് 24 എന്ന് എഴുതരുത്, 2024 തന്നെ എഴുതണം. ഓക്കെ,
അപ്പോൾ ഈ രീതിയിൽ തന്നെ ഡേറ്റ് എഴുതണം. പലരും ചുരുക്കി എഴുതും 16/11/2024 അങ്ങനെ എഴുതരുത് ഈ മെത്തേഡിൽ. ഓക്കെ, അതായത് നമ്മൾ ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ് ഒരു ലൈൻ വിട്ട് തൊട്ട് താഴെയായിട്ട് ഡേറ്റ് എഴുതുന്ന സമയത്ത് ഇതേ ഫോർമാറ്റിൽ തന്നെ ഡേറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഒരിക്കലും ചുരുക്കി എഴുതരുത്. ഈ ഒരു മേഖലയിൽ ഇവിടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചുരുക്കി എഴുതാൻ നിർബന്ധമാണ്, മഷി കളയാൻ പറ്റില്ല എനിക്ക്, അങ്ങനെയുള്ളവർ ഏറ്റവും മുകളിൽ ആ ജോൺ ഡോ എന്ന് എഴുതിയ ഫ്രം അഡ്രസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡോ അല്ലെങ്കിൽ ഈ കത്ത് എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമോ നിങ്ങൾക്ക് ഡേറ്റ് എഴുതാവുന്നതാണ്, ചുരുക്കി എഴുതേണ്ടവർ. ഫോർമൽ ലെറ്ററിന് ഡേറ്റ് ഇങ്ങനെ വേണം. ഇതാണ് ഏറ്റവും നല്ല ഫോർമാറ്റ്. മനസ്സിലായില്ല? ഏറ്റവും അക്സെപ്റ്റബിൾ ഫോർമാറ്റ് എന്ന് ഞാൻ പറയും. നല്ലത് എന്ന വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അക്സെപ്റ്റബിൾ ഫോർമാറ്റ് ഇതാണ്, ഏറ്റവും അക്സെപ്റ്റബിൾ. ഇവിടെ വെക്കുക ഡേറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പിടി കിട്ടിയാൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് 16 നവംബർ 2024 ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ് ഒരു വരി വിട്ട് പിന്നെയാണ് ഡേറ്റ് വേണ്ടത്. ഇനി അടുത്തത് എന്താ എഴുതണ്ടേ? വീണ്ടും ഒരു വരി വിടുക നിങ്ങൾ. എന്നിട്ട് അതിൻ്റെ അടുത്ത വരിയിൽ ടു അഡ്രസ്സ് എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ABC കമ്പ്യൂട്ടേഴ്സിലേക്കാണ് നമ്മൾ കവർ ലെറ്റർ അയക്കേണ്ടത്, ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അവരാണ് നമ്മുടെ റിസീവർ അല്ലെങ്കിൽ ടു അഡ്രസ്സിൽ വെക്കേണ്ടവർ. ഇവിടെ നോക്കിയാൽ ഞാൻ അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ടു എന്ന് പ്രത്യേകം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? കാരണം രണ്ടാമത് വരുന്ന ഒരു ഫോർമൽ ലെറ്ററിൽ ആദ്യം വന്നത് നമ്മൾ കണ്ടു ഫ്രം ആണ്, പിന്നെ ഡേറ്റ് വന്നു, പിന്നെ രണ്ടാമത് വരുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ടു അഡ്രസ് ആണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, മനസ്സിലാവും എല്ലാവർക്കും. ആ പൊസിഷൻ അത് തന്നെ വിളിച്ചു പറയുകയാണ്, ഇത് ടു അഡ്രസ്സിൻ്റെ പൊസിഷനാണ്. ഫ്രം അഡ്രസ്സിൻ്റെ പൊസിഷൻ എവിടെയാണ്? ടോപ്പ് ഓഫ് ദ ലെറ്റർ. ടു അഡ്രസ്സിൻ്റെ പൊസിഷൻ എവിടെയാണ്? അതിൻ്റെ താഴെയായിട്ട്. ഗോട്ട് ഇറ്റ്? അപ്പോൾ എങ്ങനെയാണ് അഡ്രസ്സ് എഴുതിയാൽ നോക്കി. ഇവിടെ നമ്മൾ പേര് എഴുതുന്നില്ല, കാരണം നമുക്ക് അറിയത്തില്ല ഈ സ്ഥാപനത്തിൻ്റെ മാനേജറുടെ പേരെന്താണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ആ സ്ഥാനപ്പേര് മാത്രം എഴുതും. ഡെസിഗ്നേഷൻ ദി HR മാനേജർ, പിന്നെ കമ്പനിയുടെ പേര് ABC കമ്പ്യൂട്ടേഴ്സ് ഇൻഡസ്ട്രിയൽ ഏരിയ ട്രിവാൻഡ്രം, പിന്നെ അവരുടെ പിൻകോഡ്. ഈ കാര്യങ്ങൾ എഴുതും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് സബ്ജക്റ്റ് ലൈനാണ്. ഇനി അടുത്തത് ഇതും പ്രധാനപ്പെട്ടതാണ്. ഒരു വരി വിട്ടിട്ട് വേണം സബ്ജക്റ്റ് ലൈൻ എഴുതാൻ. അഡ്രസ്സ് എഴുതേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി സബ്ജക്റ്റ് ലൈനാണ്. ഒരു വരി വിട്ടിട്ട് അടുത്ത വരിയിൽ സബ്ജക്റ്റ് ലൈൻ എഴുതുക. SUB എന്ന് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. കോളൻ ഇടുക, എന്നിട്ട് 2 കുത്ത് ഇടുക. അതും ശ്രദ്ധിക്കുക. SUB എന്നിട്ട് 2 കുത്ത്, മുകളിലും താഴെ ഓരോ കുത്ത്, അതാണ് കോളൻ. അതിനുശേഷം വളരെ ചുരുക്കി, മാക്സിമം ചുരുങ്ങിയ വേർഡ്സിൽ എന്ത് ചെയ്യുക? ഈ നമ്മൾ അയക്കുന്ന ലെറ്ററിൻ്റെ വിഷയം എന്തെന്ന് അവതരിപ്പിക്കുക. ഇവിടെ എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് അക്കൗണ്ടൻറ്റ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ലൈൻ. ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് അക്കൗണ്ടൻറ്റ്. 6 വാക്കുകളെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കണ്ടതാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് അത് സബ്ജക്റ്റ് ലൈനിൽ പ്രത്യേകം ഉൾക്കൊള്ളിക്കുകയാണ്. ബ്രാക്കറ്റിൽ ആസ് അഡ്വർടൈസ്ഡ് ഇൻ ദി ഇന്ത്യൻ എക്സ്പ്രസ്, ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ അതും കൂടി എഴുതിയതുകൊണ്ടാണ് അത്രയും ലോങ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ വളരെ ചെറുതാണ്. അപ്പോൾ സബ്ജക്റ്റ് ലൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മാറ്റേണ്ടി വരും. ലെറ്ററിൻ്റെ സ്വഭാവം എന്താണ്? ഉദാഹരണത്തിന് നമുക്ക് പെൻഷൻ, നമ്മുടെ വീട്ടിലാർക്കും ഒരു പെൻഷൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ലൈൻ മാറും, റിക്വസ്റ്റ് ഫോർ പെൻഷൻ, അങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യത്തിനും സബ്ജക്റ്റ് ലൈന് വ്യത്യാസം വരും. സബ്ജക്റ്റിൽ എന്താണ് എഴുതേണ്ടത് അത് വ്യത്യാസം വരും. ഓക്കെ, അത് ചുരുക്കി, ഏറ്റവും ചുരുക്കി അതനുസരിച്ച് മാറ്റി മാറ്റി എഴുതാൻ ശ്രദ്ധിക്കണം. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർ അയക്കുകയാണ്, ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു കത്ത് അയക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സബ്ജക്റ്റ് ലൈൻ ലെറ്റർ ടു എഡിറ്റർ തന്നെ വെക്കുക. ഇത്തരത്തിലുള്ള ഓരോ സാഹചര്യത്തിനനുസരിച്ച് റിക്വസ്റ്റ് ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് അത് മാറും. ഓക്കെ, ഇനി സബ്ജക്റ്റ് ലൈൻ കഴിഞ്ഞ് വീണ്ടും ഒരു വരി വിട്ടതിന് ശേഷം അടുത്ത വരിയിൽ എന്ത് എഴുതണം? ഡിയർ സർ ഓർ മാഡം. ഓക്കെ, ഡിയർ സർ ഓർ മാഡം ഇത് എഴുതിയിട്ട് കോമ ഇടുക. അത് ഡിയർ സർ ഓർ മാഡം എന്ന് എല്ലാത്തിലും എഴുതണമെന്നില്ല. ഡിയർ സർ എന്ന് മാത്രം മതി, അല്ലെങ്കിൽ സർ എന്ന് മാത്രം മതി, അല്ലെങ്കിൽ മാഡം എന്ന് മാത്രം മതി. പക്ഷേ പ്രോബ്ലം നമുക്കറിയത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമുക്ക് ഈ അയക്കുന്നയാൾ അയക്കുന്നയാൾ നമ്മളാണ്, പക്ഷെ ആർക്കാണ് അയക്കുന്നത്? ടു അഡ്രസ്സിലുള്ള വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ അറിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഡിയർ സർ / മാഡം എന്ന് ചേർക്കും. ആരാണ് നമുക്ക് സ്ത്രീയോ പുരുഷനോ എന്ന് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജെൻഡർ അറിയാത്തതുകൊണ്ട്, ഇനി മറ്റ് സിറ്റുവേഷൻ വി ഡോണ്ട് നോ. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്.
അല്ലെങ്കിൽ ജസ്റ്റ് സർ കോമ എന്ന് മാത്രം വെച്ചാലും മതി. ഡിയർ സർ കോമ അങ്ങനെ വെച്ചാലും മതി. ഈ അഡ്രസ്സിങ് കഴിഞ്ഞ് സല്യൂട്ടേഷൻ കഴിഞ്ഞ് കോമ ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിയർ സർ കോമ, ഇത് സല്യൂട്ടേഷനാണ്, ഇത് കഴിഞ്ഞ് കോമ വേണം. ഡിയർ സർ എന്ന് എപ്പോഴും ചേർക്കാമോ എന്ന് ചോദിക്കും, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സർ എന്ന് മാത്രമായാലും മതി. ഓക്കെ, മാഡം എന്ന് മാത്രം എഴുതുമ്പോൾ നമുക്ക് അറിയത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയില്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. സോ ഓബ്വിയസ്ലി ഒരു സേഫ് പരിപാടി ഇതാണ്, സർ/മാഡം. ഇനി ഇതിൻ്റെ ഉള്ളടക്കമാണ് എഴുതേണ്ടത്. നമുക്ക് ഈ ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള ഉള്ളടക്കമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചു നോക്കി അത് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. I am writing to express my keen interest in the accountant position at ABC Computers as advertised in the Indian Express. With over 5 years of experience in accounting and financial management, coupled with strong technical skills and knowledge of modern accounting software, I believe I would be a valuable addition to your team. My current role at XYZ Solutions, ഇപ്പോഴത്തെ ജോലിയെക്കുറിച്ച് പറയാൻ, has equipped me with comprehensive experience in managing end-to-end accounting process, including accounts payable, receivable, bank reconciliations, and financial reporting. I am proficient in Tally, Prime, QuickBooks, and SAP, and have consistently maintained accurate financial records while ensuring compliance with accounting standards and tax regulations. ഞാൻ എൻ്റെ പ്രസൻറ്റ് ജോലിയിൽ ഗംഭീര സംഭവമാണെന്നുള്ള രീതിയിൽ അത് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എൻ്റെ ജോബ് എക്സ്പീരിയൻസ് ഒക്കെ ഉൾപ്പെടുന്ന ചുരുക്കത്തിലുള്ള അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. സം കീ അച്ചീവ്മെൻറ്റ്സ് ഇൻ മൈ കറണ്ട് റോൾ ഇൻക്ലൂഡ്, നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ചില നേട്ടങ്ങൾ. ഒന്ന്, ഇംപ്ലിമെൻറ്റിംഗ് ഓട്ടോമേറ്റഡ് റീകൺസിലിയേഷൻ പ്രോസസ് that reduce monthly closing time by 40%, managing accounts payable or receivable worth rupees 2 crore annually with 100% accuracy, leading the successful migration to a new accounting software system with zero downtime. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ജോലിയുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇതൊരു അക്കൗണ്ടൻറ്റ് പൊസിഷൻ ആയതുകൊണ്ടാണ് ഇത്തരം ടെർമിനോളജി ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ പൊസിഷൻ ആണെങ്കിലും, ഇപ്പോൾ ടീച്ചേഴ്സ് ജോബ് ആണെങ്കിലോ, you can do different words, you can use different words, you can use different styles. ഓക്കെ, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് പറയാം, ഇതിങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമ്പർ ഇട്ട് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാലും മതി കേട്ടോ. ഇങ്ങനെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാലും മതി. എങ്ങനെ ഒരു ടീച്ചറുടെ ആണെങ്കിൽ ഇത് എങ്ങനെ മാറ്റാം. ഡ്യൂറിങ് മൈ ടീച്ചിങ് പൊസിഷൻ at this present institution, I was able to work as an NSS coordinator, chief in the exam section, anti-ragging committee chairperson, etc. These experiences add to my teaching experience. I'm well versed in how to deal with the legal and social issues that come up with various challenges in an institution. ഇങ്ങനെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം. നെക്സ്റ്റ് നോക്കാം. ഐ ആം particularly drawn to ABC Computers' reputation for technological innovation and its significant presence in the IT sector. ഇവിടെ നോക്കിയ ഈ പാരഗ്രാഫിൽ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്, ഇത്രയും നേരം നമ്മളെക്കുറിച്ച് പറഞ്ഞു, ഇനി അവരെക്കുറിച്ച് പറയണം. അതായത് ആരെക്കുറിച്ച്, നമ്മൾ എവിടെയാണോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അവരെ ഒന്ന് പുകഴ്ത്തി പറയണം. കാരണം അവർ നല്ല ഒരു എഫിഷ്യൻ്റായ കമ്പനി ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്ഥാപനം ഗ്രേറ്റ് ആണ്, എന്നാൽ അവരെക്കാൾ ബെറ്ററാണ് ഈ പറയുന്ന നെക്സ്റ്റ് പോകാൻ പോകുന്ന സ്ഥാപനം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്തു എന്നത് ഈ കവർ ലെറ്ററിൽ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് എഴുതണം. അതായത് അവരെ കുറച്ചൊന്ന് പുകഴ്ത്തി എഴുതണം എന്നർത്ഥം. ഇല്ലാത്ത കാര്യം പറയരുത്, ഉള്ള കാര്യം തന്നെ പറയണം. I am confident that my combination of technical expertise and accounting acumen would help maintain and enhance your company's financial operations. ഇനി നമ്മൾ എങ്ങനെ അവരുടെ കമ്പനിയിൽ ഒരു അഡീഷൻ ആകും, ഒരു മുതൽക്കൂട്ടാണ്, ഒരു സപ്പോർട്ടാണ്, എങ്ങനെ നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ബെനിഫിറ്റ് ആകും. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ടെൽ ദം. അപ്പോൾ ഇത് മറ്റൊരു ജോലിക്കാണെങ്കിൽ അതിൻ്റെ രീതിയിൽ മാറിയേക്കാം. ഓക്കെ, ആസ് എ ടീച്ചർ ഫോർ എക്സാമ്പിൾ, ടീച്ചേഴ്സ് ജോബ് ആണെങ്കിലോ, ആസ് എ ടീച്ചർ ഐ ആം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു ആഡ് മോർ വാല്യൂ ടു യുവർ ഓർഗനൈസേഷൻ. സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഈ ആഡ് മോർ വാല്യൂ എന്നുള്ളത് നമുക്ക് ഏതിനും ഉപയോഗിക്കാം കേട്ടോ. ബൈ ദ വേ, ഐ എം ഷുവർ ദാറ്റ് ആസ് എൻ എക്സ്പേർട്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, അങ്ങനെ നമ്മുടെ ജോലിയുടെ അനുസരിച്ച് മാറ്റുക. എന്നിട്ട് ഐ വിൽ ബി ഏബിൾ ടു ആഡ് മോർ വാല്യൂ ടു യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ.
ഐ വിൽ ബി ഏബിൾ ടു ആഡ് മോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാത്തിനും ഫിറ്റ് ആവുന്ന ഒരു സെൻറ്റൻസ് അത് എല്ലാവർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടത് നോക്കിയാൽ, ഐ ലുക്ക് ഫോർവേഡ് ടു ഡിസ്കസിങ് ഹൗ മൈ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് അലൈൻ വിത്ത് യുവർ റിക്വയർമെൻറ്റ്സ് ഇൻ ഡീറ്റെയിൽ. ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസാണ്. ഐ ലുക്ക് ഫോർവേഡ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസ്കസിങ് ഹൗ മൈ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് അലൈൻ വിത്ത് യുവർ റിക്വയർമെൻറ്റ്സ്. നിങ്ങളുടെ ആവശ്യകതയുമായി എങ്ങനെ എൻ്റെ സ്കിൽസ്, എൻ്റെ അനുഭവ പരിചയം, എൻ്റെ കഴിവുകൾ ഒരുമിച്ച് പോകുന്നു എന്ന് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ അപ്ലിക്കേഷൻ. യുവേഴ്സ് ട്രൂലി. ഇതിന് ശേഷമാണ് കൺക്ലൂഡിങ് റിമാർക്സ് നോക്കേണ്ടത്. യുവേഴ്സ് ട്രൂലി, കോമ വേണം അതിന് ശേഷം. ചില ആൾക്കാർ യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതും, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതും. അതൊക്കെ ഇവിടെ വാലിഡ് ആണ്. എങ്ങനെയും നിങ്ങൾക്ക് അത് എഴുതാം. ഞാൻ ട്രൂലി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിൻസിയർലി എന്ന് എഴുതുന്ന ഒരുപാട് പേരെ കാണാം. പരീക്ഷയ്ക്ക് വാല്യുവേഷൻ സമയത്ത് നമ്മൾ കാണുന്നതാണ്. സിൻസിയർലി എന്ന് എഴുതി സിൻസിയർലിൻ്റെ സ്പെല്ലിംഗ് ലാസ്റ്റ് കിട്ടൂല. എന്നിട്ട് തെറ്റായ സ്പെല്ലിംഗ് എഴുതി വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് അറിയത്തില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇത് വെറുതെ നമ്മൾ അവിടെ ഇവിടെയും കേട്ടതുകൊണ്ട് ഞാൻ അത് എഴുതുന്നു എന്ന് എഴുതാതിരിക്കുക. ട്രൂലി എഴുതിയേക്കുക. എന്നാൽ പിന്നെ അത്രയല്ലേ സ്പെല്ലിംഗ് പഠിക്കുള്ളൂ. TRULY. ഇനി ഇതെഴുതിയിട്ട് തെറ്റിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള അത് എഴുതുക. ഓൾറെഡി അറിയുന്നത് അത് എഴുതുക. ഓക്കെ, നമുക്കിവിടെ ഏതൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. യുവേഴ്സ് ട്രൂലി ഉപയോഗിക്കാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി. ഈ മൂന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റെന്തെങ്കിലും കൺക്ലൂഡിങ് റിമാർക്സ് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ പറയുക. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ, യുവേഴ്സ്, YOURS, അപ്പോസ്ട്രോഫി ഇല്ല ഇവിടെ. ഇത് വേറെ തന്നെ വേർഡാണ്. ഇത് ഒരു പൊസിറ്റീവ് അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി വേണ്ടാത്തൊരു പൊസിറ്റീവ് കേസാണ് ഇവിടെ. YOURS. ഓക്കെ, ഇത്തരത്തിലുള്ള വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഹേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് HERS. അപ്പോസ്ട്രോഫി ഇല്ലാതെ നമുക്ക് പറയാം. അത്തരത്തിലൊരു വേർഡാണിത്. അപ്പോൾ ഇവിടെ അപ്പോസ്ട്രോഫി ഇടരുത്. എല്ലാവരും 90% കുട്ടികളും ഇവിടെ അപ്പോസ്ട്രോഫി ഇടുന്നത് കാണുന്നുണ്ട്. അത് ഒഴിവാക്കുക. YOURS എന്ന് മാത്രം എഴുതുക. അപ്പോസ്ട്രോഫി വേണ്ട. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സിഗ്നേച്ചർ എന്ന് എഴുതുക, അല്ലെങ്കിൽ SD എന്ന് എഴുതുക. SD എന്ന് പറഞ്ഞാൽ സൈൻഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഞാൻ ഒപ്പിട്ടിരിക്കുന്നു എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് സൈൻഡ്, SD. അതിൻ്റെ താഴെയായിട്ട് വേണം നമ്മുടെ പേര് എഴുതാൻ. നമ്മുടെ ഈ കത്തിൽ നമ്മുടെ പേരെന്താ, ജോൺ ഡോ ആണ്. അപ്പോൾ ജോൺ ഡോ. അപ്പോൾ ജോൺ ഡോ എന്നുള്ള പേരിന് മുകളിലായിട്ട് ഒപ്പിടേണ്ടത്. ഒപ്പെന്ന് പറയുന്നത് യുവേഴ്സ് ട്രൂലിക്കും ജോൺ ഡോൻ്റെ ഇടയിലായിട്ടാണ് വേണ്ടത്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഒപ്പൊക്കെ താഴെ കൊണ്ടിടുന്നുണ്ട്, അതൊന്നും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് റിപ്പീറ്റ് കണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇസ് കരിക്കുലം വിറ്റേ. കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഫോർ കോഴ്സ് ഓഫ് വൺസ് ലൈഫ്. ഒരുവൻ്റെ ജീവിത പാത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അകത്തുക എന്നൊക്കെ പറയാം. അതാണ് കരിക്കുലം വിറ്റേ, ലാറ്റിൻ വേർഡ്. ഇനി കരിക്കുലം വിറ്റേ എന്ന് പറയുന്നതിന് പ്ലൂരൽ എന്ന് പറയുന്നത് കരിക്കുലാ വിറ്റേ എന്നാണ്. കരിക്കുലാ വിറ്റേ പ്ലൂരലിൽ പറയണം. അപ്പോൾ കരിക്കുലാ വിറ്റേ എന്ന് പറഞ്ഞാൽ മതി. കരിക്കുലം എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, കരിക്കുല എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് CV ആണ് രണ്ടാമത്. നമ്മൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ആദ്യം കവർ ലെറ്റർ വെക്കുക, എന്നിട്ടാണ് CV വെക്കേണ്ടത്. ഇത് തന്നെയാണ് റിയൽ ലൈഫിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ നിങ്ങൾ കവർ ലെറ്റർ നല്ല വൃത്തിക്ക് എഴുതി പ്രിൻ്റ് എടുത്ത് അത് മുകളിൽ വെച്ച് അതിൻ്റെ താഴെയായിട്ട് CV അറ്റാച്ച് ചെയ്തിട്ട് വേണം അയക്കാൻ. ഓക്കെ, ഇമെയിൽ അയക്കുന്ന സമയത്ത് ഇമെയിലിൻ്റെ ബോഡിയിൽ ഈ കവർ ലെറ്റർ എഴുതും. നമ്മൾ CV അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ അറ്റാച്ച് ഫെസിലിറ്റി ഉണ്ടല്ലോ, ഇമെയിലിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ക്ലാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നീട് അത് കാണാവുന്നതാണ്. നമുക്ക് എന്താണ് CV എന്ന് പെട്ടെന്ന് നോക്കാം. CV represents a full history of your academic accomplishments, while a resume presents a concise summary of your qualifications. നമ്മൾ പലപ്പോഴും CVയും റെസ്യൂമെയും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. റിയൽ ലൈഫിൽ തിയറി പറയുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, തിയററ്റിക്കലി സ്പീക്കിംഗ് ബയോഡേറ്റ, റെസ്യൂമെ, CV ഇത് മൂന്നിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബയോഡേറ്റ ഇസ് വെരി വെരി ഷോർട്ട്, വെരി റെലവൻറ്റ് ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. റെസ്യൂമെ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇലാബറേറ്റ് ആണ്. നമ്മുടെ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ, ഏതാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് മാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് റെസ്യൂമെ എന്നാണ് അത് ഉച്ചരിക്കുന്നത്. റെസ്യൂം എന്ന് ഉച്ചരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, റെസ്യൂം എന്ന് പറയുന്നത് വേറൊരു ഇംഗ്ലീഷ് വാക്കാണ്, നിർത്തിയിട്ട് തുടരുക എന്നുള്ളതാണ്. ഇവിടെ റെസ്യൂമെ എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ഈ റെസ്യൂമെയും CV തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയററ്റിക്കലി സ്പീക്കിംഗ് CV ഡീറ്റെയിൽഡ് ആയിരിക്കും കുറച്ചുകൂടി. മനസ്സിലായോ? CVയിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താനുള്ള ഫ്രീഡം ഉണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക്. കരിയറുമായി ബന്ധപ്പെട്ട നമ്മുടെ
എല്ലാ മേഖലകളും. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പല മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ അയാൾ കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതേസമയം ഹി മസ്റ്റ് ബി എൻ ഇംഗ്ലീഷ് ടീച്ചർ, ഹി മൈറ്റ് ബി എൻ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് ജോബിനെ സംബന്ധിച്ച് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അറിയെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല ചിലപ്പോൾ. ഓക്കെ, ഓർ മേ ബി യു മൈറ്റ് ബി വെൽ വേഴ്സ്ഡ് ഇൻ ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ റെസ്യൂമെയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. എന്നാൽ സി വിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോയിങ്ങിൻ്റെ നമ്മുടെ ക്വാളിഫിക്കേഷനും ഇൻട്രസ്റ്റും നമ്മുടെ അവാർഡ്സും ഒക്കെ ഉൾപ്പെടുത്താം. കാണിക്കുന്നത് നമ്മുടെ ആ ബഹുമുഖ പ്രതിഭയാണ്, നമ്മുടെ ജീവിതത്തിലെ നാനാ തരത്തിലുള്ള വ്യത്യസ്ത മുഖങ്ങളെയാണ് സി വി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ സി വിയിലൂടെ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ കാണിക്കാൻ സാധിക്കും. സി വി ആണ് ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ ലൈഫ് എന്ന് പറയാം, കോഴ്സ് ഓഫ് വൺസ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സി വി കുറച്ച് ഡീറ്റെയിൽ. ഇനി ഇത് തിയറിയാണ് ഞാൻ പറഞ്ഞത്. ലെറ്റ് മീ ടെൽ യു ദ പ്രാക്ടിക്കൽ സൈഡ്. നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കുക, നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ് എടുത്ത് നോക്കുക, നിങ്ങളോട് പറയുക സെൻഡ് എ സി വി, സെൻഡ് എ റെസ്യൂമേ. ഈ സെൻഡ് എ റെസ്യൂമേ, സെൻഡ് എ സി വി എന്ന് പറയുന്ന പല ഓർഗനൈസേഷൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എഴുതുന്നവർക്കും ദേ ഡോണ്ട് ആക്ച്വലി തിങ്ക് ഡിഫറെൻ്റ്ലി ബിറ്റ്വീൻ സി വി ആൻഡ് റെസ്യൂമേ സംടൈംസ്. ഓക്കെ, ഓൾ ദേ മൈറ്റ് നീഡ് ഇസ് എ റെസ്യൂമേ. റെസ്യൂമെയാണ് പലർക്കും ആവശ്യമായി വരിക, ഷോർട്ട് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പലരും. സി വിയും റെസ്യൂമെയും ഇടകലർത്തി ഒന്നിൽ അല്ലെങ്കിൽ മറ്റൊന്ന് ഒരു വാക്ക് മാത്രമാണ്, രണ്ടും ഒരേ അർത്ഥമാണ് എന്ന അർത്ഥത്തിൽ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്ക് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അതിനൊന്നും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, റെസ്യൂമേ ചോദിച്ചാലും സി വി ചോദിച്ചാലും നമ്മുടെ പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ സി വി ചോദിക്കുന്നിടത്ത് മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉൾപ്പെടുത്താം, നമുക്ക് ലിബറലായിട്ട് ചെയ്യാം. ബട്ട് റെസ്യൂമേ ചോദിക്കുന്നിടത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി, അത് മാത്രം കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് സി വി ആണ്, കരിക്കുലം വിറ്റയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സി വി എഴുതുക എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. ഇത് നമ്മളിവിടെ കാണുന്ന ഒരു സി വിയുടെ ഇന്ന് ഉപയോഗിക്കുന്ന രൂപമാണ്. റെസ്യൂമേക്കും നിങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക, റെസ്യൂമേ ഓർ സി വി എന്നാണ് കാണുക. അപ്പോൾ റെസ്യൂമേക്ക് അന്വേഷിച്ചാലും ഇത് തന്നെ കിട്ടുക, സി വിക്ക് അന്വേഷിച്ചാലും ഇത് തന്നെ കിട്ടുക, എല്ലാം ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് കാണിക്കുന്നത് തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും ജോബ് മാർക്കറ്റിൽ HR മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ വ്യത്യാസങ്ങളൊന്നും കാര്യമായി പരിഗണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ സോഫ്റ്റ്വെയർസ്, അതായത് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം നമുക്ക് സി വി ക്രിയേറ്റ് ചെയ്യാനും റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയർസൊക്കെ നിങ്ങൾക്ക് റെസ്യൂമേ ചോദിച്ചാലും സി വി ചോദിച്ചാലും ഓൾമോസ്റ്റ് സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുകയാണ്. റിച്ചർഡ് സാഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ. ഇത് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തൊരു എക്സാമ്പിളാണ്. ഇത് ഇന്നത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ ഒരു ഫോർമാറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഫ്രം എ കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സി വി ആണ്. ഇതാണ് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഞാനിത് ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലെ ഇതാണ് നല്ലൊരു ഫോർമാറ്റ്. പല ഫോർമാറ്റുകളും ഉണ്ട്, ചിലതിൽ ഫോട്ടോ കാണും, ചിലത് ഫോട്ടോ ഇല്ലാത്തതുണ്ട്. ഫോട്ടോ ഈ സി വിയിൽ വെക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫോട്ടോ വെക്കരുത്, കാരണം അതിൽ തന്നെ എംപ്ലോയർക്ക് ഒരു നെഗറ്റീവ് അടിക്കും. ചിലയാളുടെ മുഖം നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലയാളെ കാണുമ്പോൾ നെഗറ്റീവായി പഠിക്കും നമുക്ക്. ഇപ്പോൾ ജോലിയുടെ സാധ്യതകൾ കുറയുകയാണ് ഫോട്ടോ വെച്ചാൽ എന്നൊക്കെയുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് ഇൻ ദ പോസ്റ്റ് കോവിഡ് വേൾഡ്, ഫോട്ടോ വെക്കാതെ ഒരു പരിപാടി നടക്കില്ല. ഫോട്ടോ കണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായി പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാര്യം പരിഗണിക്കപ്പെടുകയുള്ളൂ. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിന്നിട്ട് കാര്യമുള്ളൂ, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലൈഫ് പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബിസിനസ്സിൻ്റെ ഈ ഒരു മേഖലയിൽ പഠനങ്ങൾ നടത്തിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫോട്ടോ വെച്ചിട്ട് തന്നെ സി വി തയ്യാറാക്കാം. പക്ഷേ ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതേണ്ട സി വി അല്ല മക്കളെ. ഇത് നമ്മൾ റിയൽ ലൈഫിൽ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ്. പരീക്ഷയ്ക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൈകൊണ്ട് എഴുതുക ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് എഴുതുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് വട്ടത്തിൽ ഫോട്ടോ വരച്ച് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട സി വി എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിലും നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്ത് കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, പെട്ടെന്ന് തയ്യാറായി കൊടുക്കേണ്ട രീതി ഉണ്ടാവാം. മാത്രമല്ല ഒരു സി വി എങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണമല്ലോ. കാരണം ഒരു സി വി നമുക്ക് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിൽ റെലവൻ്റ് ആയുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് അറിയണ്ടേ.
സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഇനി ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓർമ്മിക്കുക, ഈ ഫോർമാറ്റ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ് ചെയ്യാൻ എളുപ്പമല്ല. സോ വി ആർ മൂവിങ് ഓൺ ടു എക്സാം ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി എ സിംപ്ലിഫൈഡ് ആൻഡ് ഇഫക്റ്റീവ് ഫോം ഓഫ് CV ഇൻ ഹാൻഡ് റിട്ടൺ ഫോം. വളരെ സിമ്പിളായിട്ടുള്ള, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ എഫിഷ്യൻ്റായി ഇഫക്റ്റീവായ CV നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കൈകൊണ്ട് എഴുതുന്നത് എങ്ങനെയാണ്, ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ പരിമിതി ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സെക്ഷൻ ഒരു CVയുടെ തുടക്കത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അതിനുശേഷം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫസ്റ്റ് CVക്ക് വേണ്ടത് നമ്മൾ ഫ്രം അഡ്രസ് ഓർമ്മയില്ല, ലെറ്ററിന് ഫ്രം അഡ്രസ് എഴുതിയില്ലേ, അതുപോലെ നമ്മളിവിടെ കണ്ടതുപോലെ ഫ്രം അഡ്രസ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കണ്ടോ, കോൺടാക്റ്റ് നമുക്കിവിടെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കാണാം. ഇതുപോലെ ഒരു കോൺടാക്റ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ പോസ്റ്റൽ അഡ്രസ്സും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, താഴെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മുകളിൽ ഉപയോഗിക്കുക പോസ്റ്റൽ അഡ്രസ്സ്. കോൺടാക്റ്റ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. CV എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താ, നിങ്ങളുടെ അഡ്രസ്സാണ്. കോൺടാക്റ്റ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ നിങ്ങളുടെ പേര്, ഫ്രം അഡ്രസ്സ്, നിങ്ങളുടെ നേരത്തെ നമ്മൾ ലെറ്ററിൽ എഴുതിയില്ലേ അതേ അഡ്രസ്സ് ഇവിടെ എഴുതണം കേട്ടോ. ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഇവിടെ അതിന് എഴുതുന്നത് അങ്ങനെയല്ല, CV ആവശ്യമാണ്. കാരണം CV വേറെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് വേറെ തന്നെ ഫയൽ ചെയ്യും നിങ്ങളുടെ റിയൽ ലൈഫിൽ. സോ ഒബ്വിയസ്ലി കവർ ലെറ്റർ വേറെയും CV വേറെയുമാണ്. അതുകൊണ്ട് അയക്കുന്ന ഒരുമിച്ചാണ്, പക്ഷേ എന്നാലും രണ്ടും രണ്ടായിട്ട് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഫ്രം അഡ്രസ് ആവശ്യമാണ്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഫോൺ നമ്പർ, പിന്നെ ഇമെയിൽ ID, പിന്നെ നിങ്ങളുടെ ഫ്രം അഡ്രസ് ആദ്യം എഴുതുക. ഈ ഒരു ഫോർമാറ്റിൽ ഫ്രം അഡ്രസ് മൂന്നാമതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്ന കൊണ്ട് അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇവിടെ. അപ്പോൾ ആ കാര്യം വ്യക്തമായി എന്ന് കരുതുകയാണ്. ഫസ്റ്റ് അഡ്രസ്സാണ്. ഇനി അഡ്രസ്സിന് ശേഷം ഉപയോഗിക്കേണ്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. അതാണ് പ്രൊഫൈൽ. അതായത് നമ്മൾ ആരാണ്, ഡെഡിക്കേറ്റഡ് അക്കൗണ്ടന്റ് 5+ years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മളിപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്ന ഈ ചോദ്യത്തിനനുസരിച്ചുള്ള പ്രൊഫൈലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കുക, ഇത്ര വർഷം എക്സ്പീരിയൻസ്. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് പോകണം, അന്നേരം എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ, ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫൈലിന് പകരം ഒന്ന് എഴുതണം, എന്താ, ഒബ്ജക്റ്റീവ് എന്ന് എഴുതണം, ലക്ഷ്യം. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു 4 വരിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യം എഴുതുക. മൈ ഒബ്ജക്റ്റീവ് ആസ് എ ടീച്ചർ ഇസ് ടു ഹെൽപ്പ് a lot of students grow to their fullest potential using the many tools and techniques in contemporary teaching. ഇങ്ങനെ നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആവാം, ഇങ്ങനെ ഒരു ലക്ഷ്യം എന്ന രീതിയിൽ കൊടുക്കുക. ഫ്രഷർ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കുക. ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് സമ്മറി ഓഫ് അയാളുടെ എക്സ്പീരിയൻസ് അത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതൊക്കെ താഴെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് എന്താ, വർക്ക് എക്സ്പീരിയൻസ് എഴുതേണ്ടത്. വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് മുകളിൽ എഴുതേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുകളിൽ എഴുതേണ്ടത്. പ്രസൻറ്റ് കണ്ട, ജൂലൈ 2021 ടു പ്രസൻറ്റ്, ഇപ്പോൾ വരെ നമ്മളതാണ് ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത തൊട്ട് ബാക്കിലുള്ള എക്സ്പീരിയൻസ്, അതായത് 2019 ടു 2021. മനസ്സിലായല്ലോ, ബാക്കോട്ടാണ് എഴുതേണ്ടത്. പിന്നെ ആ സമയത്ത് നമ്മൾ നേടിയ ഹാൻഡിൽഡ് അക്കൗണ്ട്സ്, മാനേജ് ബാങ്ക്, അസിസ്റ്റഡ് ഇൻ പ്രിപ്പറേഷൻ, ഇങ്ങനെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് എഡ്യൂക്കേഷൻ സെക്ഷനും സെയിം ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞത് ആദ്യം എഴുതുക. മാസ്റ്റർ ഓഫ് കൊമേഴ്സ് MCom, യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2018 ടു 2020. ലേറ്റസ്റ്റ് കഴിഞ്ഞതാണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം BA അല്ലെങ്കിൽ BCom, അതിനുശേഷം അതിന് മുമ്പിൽ കഴിഞ്ഞത്, അങ്ങനെ ബാക്കോട്ടാണ് അതും എഴുതേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രണ്ടിൽ വെക്കണം. ഇനി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അടുത്തത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന ടൈറ്റിലും എഴുതാം കേട്ടോ. എന്താ അവിടെ ചെയ്യേണ്ടത്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടന്റ്, ടാലി പ്രൈം സർട്ടിഫൈഡ്, ക്വിക്ക് ബുക്ക് സർട്ടിഫൈഡ്, ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്. ടെക്നിക്കൽ സ്കിൽസ് നെക്സ്റ്റ്, ഇത് വളരെ അത്യാവശ്യമാണ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് കൊടുക്കുക. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, MS ഓഫീസ്, പവർ പോയിന്റ്, വട്ടവർ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ബാങ്ക് റിക്കൺസിലിയേഷൻ, പേറോൾ മാനേജ്മെൻറ്റ്, ഇങ്ങനെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്കിൽ. ഇപ്പോൾ ടീച്ചർ ജോബ് ആണെങ്കിലും നമുക്ക് പറയാം എന്താണ്, ഗൂഗിൾ ക്ലാസ് റൂം,
അതുപോലെ തന്നെ ടീച്ചിങ് സോഫ്റ്റ്വെയർ, MS ഓഫീസ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, ഫോട്ടോഷോപ്പ്, whatever. അങ്ങനെ ടെക്നിക്കൽ എന്തെങ്കിലും നമുക്ക് അറിയുമെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നമ്മുടെ മേഖലയിൽ ബന്ധപ്പെട്ട എക്സ്ട്രാ സ്കിൽസ് ഉണ്ടെങ്കിൽ അതിവിടെ ഉപയോഗിക്കാം, രേഖപ്പെടുത്താം. നെക്സ്റ്റ് സോഫ്റ്റ് സ്കിൽസ്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് ബന്ധപ്പെട്ട സ്കിൽസ്, ടീം ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സോഫ്റ്റ് സ്കിൽസ് തന്നെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് അത് എഴുതുക. ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ സ്പൗസിൻ്റെ നെയിം. ഓക്കെ, ഇതിൽ ഫാദേഴ്സ് നെയിം എഴുതുന്നവർ സ്പൗസ് എന്നുള്ള ഭാഗം വെട്ടിക്കളയുക, അത് ഒഴിവാക്കണം, അത് എഴുതാൻ പാടില്ല. സ്പൗസിൻ്റെ നെയിം ഉദ്ദേശിക്കുന്നവർ അത് മാത്രം എഴുതുക. ഫാദർ നെയിം ഉദ്ദേശിക്കുന്നത് ഫാദർ നെയിം എന്ന് മാത്രം എഴുതുക. ഓക്കെ, ഫാദേഴ്സ് നെയിം എന്ന് മാത്രം എഴുതുക. എന്നിട്ട് കോളൻ ഇട്ടിട്ട് ഫാദറിൻ്റെ നെയിം എന്താണോ അത് എഴുതുക. നമ്മളിവിടെ സാങ്കല്പികമായിട്ട് ജാക്ക് ഡോ എന്ന് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് 20/11/2022. മാരിറ്റൽ സ്റ്റേറ്റസ്, നമ്മുടെ വൈവാഹികമായ നമ്മുടെ പദവി എന്താണ്? സിംഗിൾ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് എഴുതുക, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എന്ന് എഴുതുക, മാരീഡ് അല്ലെങ്കിൽ സിംഗിൾ എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടിൽ ലാംഗ്വേജസ്, നമ്മുടെ ഭാഷാപരമായ കഴിവുകൾ. ഇംഗ്ലീഷ് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ നന്നായി കൈകാര്യം ചെയ്യാം, മലയാളം നേറ്റീവ് മാതൃഭാഷ, ഹിന്ദി വർക്കിംഗ് പ്രൊഫഷൻസി, നമ്മളെ സംബന്ധിച്ച് നാഷണൽ ലാംഗ്വേജ് ആണ്. ഇവിടെ വർക്കിംഗ് പ്രൊഫഷൻസി, അതായത് അത്യാവശ്യം അതിൽ നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാമെന്നാണ് വർക്കിംഗ് പ്രൊഫഷൻസി എന്ന് പറഞ്ഞ അർത്ഥം. ഇനി ഏറ്റവും ലാസ്റ്റ് റെഫറൻസസ് എഴുതുക. ഇവിടെ അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ സാങ്കല്പികമായി ഒരു 2 അഡ്രസ്സ് എഴുതാം ആരെങ്കിലും. ഇവിടെ റെഫറൻസ് സൂചിപ്പിക്കുന്നത് എന്താ? നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, നിങ്ങളെന്ന വ്യക്തി ജെനുവിൻ ആണോ, ഇങ്ങനൊരു വ്യക്തി ലോകത്തിലുണ്ടോ എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരു നല്ല കാര്യം കിട്ടുന്ന ആളുടെ പേര്. പ്രോബ്ലി നിങ്ങളുടെ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അവരുടെ 2 പേരുടെ പേരുകൾ കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കണം, പേര് മാത്രം പോരാ, അഡ്രസ്സ് ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് ലാസ്റ്റ് പാർട്ട് റെസ്യൂമിൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CV വേണ്ടത്. ഒരിക്കൽ കൂടി ലാസ്റ്റ് മുകളിലേക്ക് പോവാം. ഏറ്റവും താഴെയാണ് റെഫറൻസ് വേണ്ടത്, അതിൻ്റെ തൊട്ടുമുകളിൽ ലാംഗ്വേജ് വെക്കാം, അതിൻ്റെ തൊട്ടുമുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് വെക്കാം. ഇനി ചില ആൾക്കാർ പേഴ്സണൽ ഡീറ്റെയിൽസ് ലാംഗ്വേജിൻ്റെ താഴെ എഴുതുന്നവരുണ്ട്, അതും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി സോഫ്റ്റ് സ്കിൽസ് അതിൻ്റെ മുകളിൽ വെക്കുക, അതിൻ്റെ മുകളിൽ ടെക്നിക്കൽ സ്കിൽ വെക്കുക, അതിൻ്റെ മുകളിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെക്കുക, പിന്നെയാണ് എഡ്യൂക്കേഷൻ ഏറ്റവും അതിൻ്റെ മുകളിൽ, അതിൻ്റെ ടോപ്പിൽ വർക്ക് എക്സ്പീരിയൻസ്, അതിൻ്റെ ടോപ്പിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈലിന് വേറെ ഒബ്ജക്റ്റീവ് എഴുതുക കേട്ടോ. നമ്മൾ ഫ്രഷറാണ്, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പ്രൊഫൈലൊന്നും വെക്കാല്ല, നമ്മൾ സ്റ്റുഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് നോക്കുക, അതിന് പകരം ലക്ഷ്യം നോക്കുക. എന്നിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യം എഴുതുക. ഇൻ 5 years ആസ് എൻ അക്കൗണ്ടന്റ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് മൈ ഓർഗനൈസേഷൻ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റീവ് വെക്കുക. ഇനി അതിൻ്റെ മുകളിൽ എന്താ വെക്കേണ്ടത്, പ്രൊഫൈലിൻ്റെ മുകളിൽ എന്താ വെക്കേണ്ടത്, ഒബ്ജക്റ്റീവിൻ്റെ മുകളിൽ എന്താ വെക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു കോൺടാക്റ്റ് എന്നൊരു ടൈറ്റിൽ കൊടുക്കണം. ഞാനതിവിടെ രേഖപ്പെടുത്താൻ വിട്ടുപോയതാണ്. കോൺടാക്റ്റ്, ഇതിലുള്ളതുപോലെ തന്നെ കോൺടാക്റ്റ് എന്നൊരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് ആദ്യം എഴുതുക. ആദ്യം ഫ്രം എഴുതുക. ഈ കാണുന്നത് പോലെ ഫോണിൻ്റെ ചിത്രവും ഇമെയിലിൻ്റെ ചിത്രവും ലൊക്കേഷനൊക്കെ വരച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ എഴുത്തിലേക്കുള്ള കാര്യം എന്താ ഞാൻ പറയുന്നത്, എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ഫ്രം അഡ്രസ്സ് എഴുതിയില്ലേ, ലെറ്റർ റൈറ്റിങ്ങിൽ ഫോർമൽ ലെറ്ററിൽ ഫ്രം അഡ്രസ്സ് എഴുതിയില്ലേ, അതേപോലെ തന്നെ ആ ഫ്രം അഡ്രസ്സ് എഴുതിയാൽ മതിയാവും. ഇത് ഇവിടെ കാണുന്ന ഇപ്പം നമ്മൾ കാണുന്ന ഫ്രം അഡ്രസ് ജോണ്ടോ ആ സംഭവം ഇതേപോലെ തന്നെ അവിടെ എഴുതിയാൽ മതി. ഇതിൽ ഇമെയിൽ ഉണ്ട്, അതുപോലെ ഫോൺ നമ്പറും ഉണ്ട്, ഫ്രം അഡ്രസ്സും ഉണ്ട്. ഇതേപോലെ തന്നെ അപ്പുറം എഴുതുക. ഓക്കെ, CV ആൻഡ് കവർ ലെറ്റർ അടുത്ത ക്ലാസ്സിൽ കാണാം. മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക. ഈ വീഡിയോ വീണ്ടും കണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങളൊരു പേപ്പറിലേക്ക്, ഒരു A4 സൈസ് പേപ്പർ എടുത്ത് അതിലേക്ക് കൃത്യമായിട്ട് ഈ CV വരച്ച് അതിൽ കാണുന്ന കാര്യങ്ങൾ അതേ സെക്ഷനിൽ എഴുതി പഠിക്കുക. അതുപോലെ തന്നെ കവർ ലെറ്റർ ഒന്ന് എഴുതി പഠിക്കുക. അതിൻ്റെ കൃത്യമായ ഫോർമാറ്റാണ് പ്രധാനം. ഫോർമാറ്റിനാണ് മാർക്ക്, മക്കളെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം, CV-യുടെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. രണ്ടും ഫോർമാറ്റ് തെറ്റിയാൽ മാർക്ക് പോയി. ഫോർമാറ്റാണ് പ്രധാനം. അത്യാവശ്യം ഗ്രാമാറ്റിക്കൽ എറർ വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ ചിലർ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, പേടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു സീക്രട്ട് പറയാം, ആരോടും പറയരുത്. ഗ്രാമാറ്റിക്കൽ എറർ വന്നാൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസിൻ്റെ ഗ്രാമാറ്റിക്കൽ എററിനേക്കാൾ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മാർക്ക് വലിയ തോതിൽ നഷ്ടപ്പെടാതെ, ഗ്രാമാറ്റിക്കൽ എററിന് മാർക്ക് കുറയും, പക്ഷെ വലിയ നഷ്ടമില്ലാണ്ട്, ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ വലിയ നഷ്ടമില്ലാണ്ട് നിങ്ങൾക്ക്
രക്ഷപ്പെടാൻ പറ്റും. 100% ഉറപ്പാണത്. ഓക്കെ, ഞാനത് ഉറപ്പ് പറയുകയാണ്, 100% ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് നന്നായി വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ട് എഴുതി വെച്ച് നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് കാണാം. എൻഗേജിങ് ഇംഗ്ലീഷിൻ്റെ ഫുൾ റിവിഷൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ.